Sowmiya. So welcome to Sowmiya's Vlogs. So ഇന്ന് ഞാനൊരു റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഈ റെസിപ്പിയിൽ യൂസ് ചെയ്തിരിക്കുന്ന മെയിൻ ഐറ്റം കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അത് ചിക്കൻ തന്നെയാണ്. പക്ഷേ ഞാൻ ഇവിടെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത് കരിങ്കോഴി കറിയാണ്. അപ്പോൾ കരിങ്കോഴി എന്ന് പറഞ്ഞാൽ ഫുള്ള് കറുപ്പ് കളറിലുള്ള ബ്ലാക്ക് കളറിലുള്ള കോഴി, കരിങ്കോഴി. സോ അതിനെ കടക്നാഥ് എന്നും കാലിമാസി എന്നൊക്കെ പറയും. ഇത് കൂടുതലും മധ്യപ്രദേശ് ഭാഗങ്ങളാണ് ഇത് കണ്ടുവരുന്നത്. അപ്പോൾ ഈ കോഴിയുടെ പ്രത്യേകത, അതായത് ഇതിൻ്റെ മീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മീറ്റ് തന്നെ ബ്ലാക്ക് കളറിലാണ് ഉള്ളത്. ഫുൾ ബ്ലാക്ക് അല്ല, കുറച്ചൊരു ബ്ലാക്ക് കളറായിട്ട് ഇതിൻ്റെ മീറ്റ് ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ നല്ല മെഡിസിനൽ വാല്യൂസൊക്കെ ഉള്ള ഒരു മീറ്റാണ്. ചില ഹോമിയോ മരുന്നുകൾക്കും ചികിത്സകൾക്കും വേണ്ടിയിട്ട് ഈ കരിങ്കോഴി യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റ് സാധാരണ കോഴികളെ കമ്പയർ ചെയ്യുമ്പോൾ ഈ കരിങ്കോഴിയിലെ പ്രോട്ടീനിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അതേപോലെ ഇതിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കുറവുമാണ്. അപ്പോൾ എന്താ പറയുക, ഇത് വളരെ ഈ ഡയറ്റൊക്കെ നോക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് കരിങ്കോഴി കൊണ്ട് ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുക, കറിയോ റോസ്റ്റോ എന്താ വെച്ചാൽ പറയാം. സോ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. പക്ഷെ അതിനു മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടെ തന്നെ ബെൽ ഐക്കോണും കൂടിയും പ്രസ് ചെയ്താൽ ഞാൻ എന്ത് വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഈ ഹെൽത്തി ആൻഡ് വെറൈറ്റി ആയിട്ടുള്ള ഈ കരിങ്കോഴി കൊണ്ടുള്ള ഈ റെസിപ്പി, കരിങ്കോഴി കറി എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. സോ ഇതാണ് ഞാൻ പറഞ്ഞ കരിങ്കോഴി. സോ അതിൻ്റെ മീറ്റ് ഇങ്ങനെയാണ് ഉള്ളത്. കുറച്ച് ബ്ലാക്ക് കളറിൽ ഇതുപോലെ ചെറിയ ചെറിയ പീസസാണ്. ഈ നാടൻ കോഴിയുടെ പോലത്തെയാണ് ഈ കരിങ്കോഴിയുടെ മീറ്റ്. സോ ഇതുപോലെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകിയതാണ് ഇപ്പോൾ ഇവിടെ കരിങ്കോഴി ഉള്ളത്. ഇതൊരു 1/2 കിലോനേക്കാളും കുറവാണ് ഉള്ളത്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് ഉപ്പ് ഇടുകയാണ്. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ മുളകിൻ്റെ പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി. സോ ഇതെല്ലാ പൊടികളും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കൈകൊണ്ടാണ് ഞാനിപ്പോൾ മിക്സ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാ പീസസിലും നന്നായിട്ട് പിടിക്കുന്ന പോലെ മാരിനേറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി പേസ്റ്റും ഗാർലിക് പേസ്റ്റും 1/2 ടീസ്പൂൺ വീതം ഇടുകയാണ്. എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത ഒരു 4-5 ചെറിയ ഉള്ളി അതും ആഡ് ചെയ്യാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും, എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടിയും ഒഴിക്കുകയാണ്. ഇതെല്ലാം കൂടിയിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്പി മാരിനേറ്റ് ചെയ്യണം. നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യണതാണ് നല്ലത്. പിന്നെ അതേപോലെ ഇതിന് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നതാണ് ഒരു നാടൻ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതേപോലെ സവാള യൂസ് ചെയ്യാം, എന്നാലും ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ ഇതൊരു 10 to 15 മിനിറ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ. അതൊന്ന് അപ്പോഴേക്കും മസാലയൊക്കെ പിടിച്ചൊന്ന് റെഡിയാവും. ഇപ്പോൾ ഞാനിവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായതിന് ശേഷം അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. സോ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, അല്ലെങ്കിൽ ഇഞ്ചി ചതച്ചതും യൂസ് ചെയ്യാം, കുഴപ്പമില്ല. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് സവാളയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സവാള ഇടുന്നതിലേക്ക് സോ ഒരു പകുതി സവാള നീളത്തിൽ അരിഞ്ഞത് ഇടുകയാണ്. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുകയാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റണം.
സവാളയുടെ കളറൊന്ന് മാറി വരണം. ഇതിൽ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. കാരണം ചെറിയ ഉള്ളി കുറച്ചും കൂടി ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുള്ളൂ. അപ്പോൾ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി യൂസ് ചെയ്യാം നിങ്ങൾക്ക്. ഇനി ഇതിപ്പോൾ ഒരുവിധം നന്നായിട്ടൊന്ന് വഴണ്ടിട്ടുണ്ട്. സോ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്യുകയാണ്. ഇതിൽ വേറെ മസാലകളൊന്നും ഞാൻ ചേർത്തിട്ടില്ല. സോ 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ടൊരു ഒരു പേസ്റ്റ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അതിലൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളകിൻ്റെ പൊടിയും കുറച്ച് ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് അതും ഒഴിക്കുകയാണ് ഇതിലേക്ക്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റണം. ആ പൊടികളുടെ ആ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എണ്ണ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞ് വരുന്നവരെ. ഒരുവിധത്തെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ മാരിനേറ്റ് ചെയ്ത ചിക്കൻ്റെ പീസസ് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ചിക്കൻ്റെ പീസസ് എല്ലാം ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് അധികം വെള്ളം ഒഴിക്കണില്ല. ഞാൻ കുറച്ചേ യൂസ് ചെയ്യുന്നുള്ളൂ. ആ മാരിനേറ്റ് ചെയ്ത ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ പൊടികളെല്ലാം ബാക്കിയുള്ളതെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അങ്ങനെ ആ വെള്ളം കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. കാരണം ചിക്കനിൽ തന്നെ ഓൾറെഡി കുറച്ച് വെള്ളം വരും. പിന്നെ നമുക്ക് അധികം വെള്ളം വേണ്ട അതിനനുസരിച്ച് നമ്മുടെ ഈ കറിക്ക്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ ഒന്ന് അടച്ച് വെച്ച് ഒരു 2 വിസിൽ വരെ നമുക്ക് ഈ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ ഒരു 2 വിസിലാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഇരുമ്പ് കടായി വെച്ചിരിക്കുകയാണ് ഞാൻ. സോ കടായി ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ഒരു പകുതി സവാള നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് കുക്കറിൽ വഴറ്റുമ്പോൾ. സോ അതിൻ്റെ ബാക്കി പകുതിയാണ് നീളത്തിൽ അരിഞ്ഞതാണ് ഇതിലേക്ക് ഇടുന്നത്. സോ സവാള ഒന്ന് വഴറ്റിയിട്ട് അതേപോലെ കുറച്ച് കറിവേപ്പിലയും ഇടുകയാണ്. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റണം. സോ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടും. ഉപ്പ് ചേർത്തു. ഇനി ഒന്നുകൂടി ഒന്ന് സവാളയുടെ കളറൊന്ന് മാറണ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ തേങ്ങ അതുപോലെ ചെറിയ കഷ്ണമാക്കി വെച്ച തേങ്ങയുടെ കഷ്ണം അതിലേക്ക് ഇടുകയാണ്. അതൊരു എക്സ്ട്രാ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. കാരണം ഈ ചിക്കൻ വരട്ടിയത് ബീഫ് വരട്ടിയതിലൊക്കെ ഈ തേങ്ങയുടെ കഷ്ണം അതൊന്ന് കടിക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് അല്ലേ. സോ അതേപോലെ ഇതിലും ഒരു എക്സ്ട്രാ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് തേങ്ങയുടെ കഷ്ണം ആഡ് ചെയ്യാണ്. ഇനി അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതൊരു നാടൻ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ആ ചിക്കൻ്റെ കൂടെ ഈ തേങ്ങയുടെ കഷ്ണമൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഒരുവിധം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ കുക്ക് ചെയ്ത് നമ്മൾ 2 വിസിൽ വരെ കുക്ക് ചെയ്ത ചിക്കൻ ഇതെല്ലാം കൂടി ഒന്നിച്ച് ഇതിലേക്ക് ഇടാം. കുറച്ച് നമ്മൾ ഒഴിച്ച അത്രയും വെള്ളം ഇതിൽ കാണുന്നുള്ളൂ. ഇതെല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഞാനൊരു റോസ്റ്റ് പോലെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കറി പോലെ വേണമെങ്കിൽ ആ വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ ഇത് കിടന്നിട്ട് ചെറുതായിട്ടൊന്ന് വറ്റി വരട്ടെ. നന്നായിട്ട് ഡ്രൈ ആക്കുന്നില്ല. ഒരു കുഴഞ്ഞ ഒരു പരുവം പോലെ ആ ഒരു പരുവത്തിൽ ആക്കിയെടുക്കാനാണ്.
ഇതിപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറി എന്നും പറയാൻ പറ്റില്ല, റോസ്റ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ അധികം നന്നായിട്ടൊന്നും വറ്റിച്ചിട്ടില്ല, കുറച്ചൊരു ഇത്തിരി വെള്ളം പോലെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് എങ്ങനെയത് നീ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതേ നമ്മുടെ കരിങ്കോഴി ചിക്കൻ കറിയോ റോസ്റ്റോ എന്താ വെച്ചാൽ പറയാം, ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കാരണം അത്രയും ഔഷധ ഗുണമൊക്കെ ഉള്ളതാണ് ഈ കരിങ്കോഴി. അപ്പോൾ കുട്ടികൾക്കും ധൈര്യമായിട്ട് കൊടുക്കുകയും ചെയ്യാൻ വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കി. ഇനി കരിങ്കോഴി കിട്ടിയില്ലെങ്കിൽ സാധാ കോഴി വെച്ച് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇൻട്രസ്റ്റിംഗ് റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.